നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാം പാർട്ടാണ്. നമ്മൾ പിക്ചർ ബ്ലോക്സിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ബ്ലോക്ക് കോഡിംഗ് ആണ്. ഇത് രണ്ടാമത്തെ അതേ കാര്യം തന്നെ ഇതിൽ പൈത്തൺ കോഡിംഗ് ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു പ്രോഗ്രാം തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇതിലൊരു ചെറിയൊരു അനിമേഷനാണ് പ്രോഗ്രാം. ഇതിൽ ഒരു കുട്ടി ഇവിടുന്ന് ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്ക് വന്ന് ഈ ഡ്രിങ്കിങ് വാട്ടർ കുടിവെള്ളത്തിൻ്റെ അവിടെ വന്നിട്ട് അതിനെ തൊടുമ്പോൾ വെള്ളത്തിനെക്കുറിച്ചൊരു ഡയലോഗ് പറയുന്നു. അങ്ങനെ ഒരു അനിമേഷനാണ് ഇതിൽ വരുന്നത്. അനിമേഷൻ കോഡിംഗ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് ബ്ലോക്ക് കോഡിംഗ് ആണ്. ബ്ലോക്ക് കോഡിങ്ങിൽ ഓരോ ബ്ലോക്കുകളായിട്ടാണ് ഓരോ ജോലികൾ ഏൽപ്പിച്ചിരുന്നത്. ഇത് പൈത്തൺ കോഡിംഗ് ആണ്. പൈത്തൺ കോഡിങ്ങിൽ നമ്മളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്താണോ ഈ കുട്ടി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ചിത്രത്തിന് വേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആദ്യം ഇതിനെ പിക്ചർ ബ്ലോക്സ് തുറക്കണം. അതിന് നമ്മൾ ഷോ ആപ്ലിക്കേഷനിൽ പിക്ചർ ബ്ലോക്സ് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി അതിൽ തുറന്നു വരുമ്പോൾ 2 ഓപ്ഷനാണ് വന്നിരുന്നത്. ഒന്ന് ബ്ലോക്കും ഒന്ന് പൈത്തണുമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പൈത്തൺ കോഡിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. പൈത്തൺ കോഡിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിതിൽ നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് കണ്ടോ, സ്പ്രൈറ്റ് ഈസ് ഈക്വൽ ടു സ്പ്രൈറ്റ് ടോബി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോഡായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വരുന്ന ഒരു സ്പ്രൈറ്റിനെ അതേ കാര്യം തന്നെ ഇതിൽ കാണിക്കേണ്ടതാണ്. ടോബി എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ പേര് ഇവിടെ കാണിക്കേണ്ടത്. നമുക്കിതിനെ ഈ ടോബിയെ നമുക്കിവിടെ നിന്ന് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഈ ഒരു ഭാഗത്തുണ്ട്, ഡിലീറ്റ് ചെയ്യുക. പിന്നെ നമുക്കതിന് വേണ്ട ചിത്രങ്ങൾ സ്കൂൾ റിസോഴ്സസിലുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു ചലിക്കുന്ന ചലിക്കാത്ത വസ്തുക്കൾ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ചലിക്കാത്തതായിട്ട് ഇതിൽ സ്റ്റേജാണ് വരുന്നത്. ഈ വലത് ഭാഗത്ത് താഴെ ഒരു ചൂസ് എ ബാക്ക് ഡ്രോപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും മുകളിൽ അപ്ലോഡ് ബാക്ക് ഡ്രോപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലാസ് നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ ഹോം ഉണ്ടാവും. അതിൽ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 9ൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്നത് അലാറം ക്ലോക്കിൽ ഇമേജസ് ആയിരുന്നു. അലാറം ക്ലോക്കിൽ തന്നെ ഇമേജസ് ആയിരുന്നു. അതിന് പകരം താഴെ പൈത്തൺ അനിമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് 4 ചിത്രങ്ങൾ കാണാം. ഇതിൽ ഒന്നാമത് കിടക്കുന്ന ബാക്ക് ഡ്രോപ്പ് എന്നുള്ളതാണ്, ബാക്ക്ഗ്രൗണ്ടാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇവിടെ ബാക്ക് ഡ്രോപ്പ് ഇവിടെ വന്നു കഴിഞ്ഞു. ഇത് ചലിക്കാത്തത് കൊണ്ടാണ് നമ്മൾ സ്റ്റേജായിട്ട് ഉൾപ്പെടുത്തുന്നത്. നമുക്കിതിലേക്ക് ഇനി നമുക്ക് സ്പ്രൈറ്റായിട്ട് ഉൾപ്പെടുത്താം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു ഭാഗത്തായിട്ട് സ്പ്രൈറ്റ്, അതിൽ അപ്ലോഡ് സ്പ്രൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഇതിൽ ഡിസ്പെൻസർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, ഡ്രിങ്കിങ് വാട്ടറിൻ്റെ. അപ്പോൾ അത് നമുക്ക് സ്പ്രൈറ്റ് വന്ന് ഇതിലേക്ക് തൊടേണ്ടതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതും സ്പ്രൈറ്റായിട്ട് തന്നെ ഉൾപ്പെടുത്തേണ്ടതാണ്. കാരണം അതിനൊരു ഫങ്ഷൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതിൽ ഡിസ്പെൻസർ എന്നുള്ളത് ഓപ്പൺ ചെയ്തു. ഓപ്പണായി. നമ്മുടെ ആ ചിത്രത്തിൽ നോക്കിയാൽ ഇതിൻ്റെ വലിപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം, കുറച്ച് ചെറുതാണ്. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിരുന്നു ഒരു സ്പ്രൈറ്റിനെ എങ്ങനെ ചെറുതാക്കാം. എന്താ ഇവിടെ സൈസ് ഉണ്ടാവും. ഈ സൈസ് 100 എന്നുള്ളത് മാറ്റിയിട്ട് 50 ആക്കുക. എന്നിട്ട് ഈ വിൻഡോയിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ഒന്ന് ഈ സൈഡിലേക്കായിട്ട് ഇവിടെ കൊണ്ടുവെക്കുക. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടറായി. ഇനി നമുക്ക് ആ ബോയിനെയാണ് ഉൾപ്പെടുത്താൻ. അത് അതേപോലെ തന്നെ സ്പ്രൈറ്റാണ്. ചൂസ് എ സ്പ്രൈറ്റ് എടുക്കുക, അപ്ലോഡ് സ്പ്രൈറ്റ് എടുക്കുക. അതിൽ ബോയ് 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ബോയ് 1 വന്നു. ഇനി ഇതിൽ നമ്മളെന്താ വെച്ചാൽ കോസ്റ്റ്യൂമായിട്ടാണ് രണ്ടാമത്തെ ചിത്രം ഉൾപ്പെടുത്തുക. ഇതിൽ ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുക. ഇതിൽ നമ്മൾ രണ്ടാമത് ഈ കുട്ടിക്ക് രണ്ട് ചിത്രമാണ് ഇതിൽ തന്നിട്ടുള്ളത്. അതിൽ 2 കോസ്റ്റ്യൂമായിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തുക. കാരണം ഈ കുട്ടി ചലിക്കുന്നതായിട്ട് തോന്നണമെങ്കിൽ നമുക്ക് 2 കോസ്റ്റ്യൂമായിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കോസ്റ്റ്യൂമായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതേപോലെ ചൂസ് എ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ശ്രദ്ധിക്കുക, ഇടത് ഭാഗത്ത് ഏറ്റവും താഴെയായിട്ട് ചൂസ് എ കോസ്റ്റ്യൂം ഉണ്ടാവും. അതിൽ ഈ ഏറ്റവും മുകളിൽ
ഇതിൻ്റെ തൊട്ട് താഴെയുള്ള അപ്ലോഡ് കോസ്റ്റ്യൂം എന്നുള്ളത് എടുത്തിട്ട് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ബോയ് 1 പകരം ബോയ് 2 ആണ്. ബോയ് 1 നമ്മൾ ആദ്യം ഉൾപ്പെടുത്തി. ഇതിൽ ബോയ് 2 എന്നുള്ളത് കോസ്റ്റ്യൂമായിട്ടാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തുക. ഇതിൽ ഓപ്പൺ കൊടുത്തു. കാരണം ഇതിലൊരു അനിമേഷൻ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ്യൂം 2 ആയിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഈ ഇടത് ഭാഗത്ത് നോക്കിയാതാ ഈ ഭാഗത്തായിട്ട് ബോയ് 1 എന്ന് കാണാം, ബോയ് 2 എന്ന് കാണാം. ബോയ് 1 കുട്ടി ചലിക്കണില്ല, ബോയ് 2 കുട്ടി ചലിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബോയ് 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡിൽ ബോയ് 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഇതിനാണ് നമ്മൾ കോഡിങ് കൊടുക്കാനുള്ളത്. ശ്രദ്ധിക്കണം, ബോയ് 1 എന്നുള്ളതാണ് കോഡിങ് കൊടുക്കേണ്ടത്. ഇനി നമുക്കറിയാം ഈ കുട്ടി ഇവിടെ അല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ചിത്രത്തിൽ നമ്മുടെ ഔട്ട്പുട്ട് വിൻഡോയിൽ കുട്ടി എന്ത് ചെയ്യാമല്ല ഈ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് കൊണ്ടുവരിക. എന്താ ഇതേപോലെ ഈ ഭാഗത്തായിട്ടൊക്കെ കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബോയ് 1 എന്നുള്ളത് സെലക്ട് ആക്കി. ഇനി ഇതിൽ കോസ്റ്റ്യൂംസിൻ്റെ ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കുക, ഇതിൻ്റെ കോസ്റ്റ്യൂംസിൻ്റെ ഇടത് ഭാഗത്ത് പൈത്തൺ എന്ന ഭാഗമുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന അതേ കോഡിങ് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാ ഈ കോഡ് അതുപോലെ ടൈപ്പ് ചെയ്യണം. ഇതിലൊരു വ്യത്യാസവും വരാൻ പാടില്ല. ഇതിൽ വേണമെന്ന് ടൈപ്പ് ചെയ്ത് നോക്കുകയാണ്. പിക്ചർ ബ്ലോക്സ് എടുത്തു. നമുക്ക് ഈ മുകളിലത്തെ നമുക്ക് ഇത് ആവശ്യമില്ല, അതുകൊണ്ട് നമ്മളത് ബാക്ക് സ്പേസ് അടിച്ചു. ഇനി ഞാനത് ടൈപ്പ് ചെയ്യാണ്. ബോയ് ഈക്വൽ ടു സ്പ്രൈറ്റിൻ്റെ എസ് ക്യാപ് ലെറ്ററാണ്, ശ്രദ്ധിക്കണം. ഞാൻ ഒരു വരി ടൈപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് ഇതിൽ ബ്രാക്കറ്റ് തുറന്നു. ഇതിൽ ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിലെന്താ വെച്ചാൽ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ഷിഫ്റ്റ് 9 അമർത്തുമ്പോഴാണ് വരിക. അപ്പോൾ അത് ഓപ്പണും ക്ലോസും വരും. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്താൽ ക്ലോസ് ബ്രാക്കറ്റ് അതിൻ്റെ ഒപ്പം വരും. അതേപോലെ സിംഗിൾ ഇൻവേർട്ടഡ് കോമ കൊടുത്താൽ രണ്ടും വരും, ക്ലോസിങ്ങും വരും. ഇനി അതിനകത്ത് ബോയ് 1 എന്നാണ്. നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാനുണ്ട് ബോയ് ഈക്വൽ ടു സ്പ്രൈറ്റ് ബ്രാക്കറ്റ് തുറന്നു സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ ബോയ് 1 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നമ്മുടെ സെലക്ഷനാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ബോയ് 1 കഴിഞ്ഞിട്ടാണ് അതിൻ്റെ സെലക്ഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അടുത്ത വരിക്ക് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ എൻ്റർ അടിച്ചാൽ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ ആ സിംഗിൾ ഇൻവെർട്ടഡ് കോമയുടെ ക്ലോസിങ്ങും ബ്രാക്കറ്റും ഒക്കെ എന്ത് ചെയ്യും, താഴേക്ക് വരും. അത് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിന് പകരം ഈ കർസർ, ഈ മിന്നുന്ന കർസർ ആരോ കീസ് ഉപയോഗിച്ച് വലത്തേക്കാക്കുക. ഏറ്റവും അവസാനത്തെ വരിയിലേക്കാക്കിയിട്ട് എൻ്റർ അടിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതേപോലെ ടൈപ്പ് ചെയ്യുമ്പോൾ അടുത്ത വരിയിൽ സെറ്റ് സൈസ് എന്നുള്ളതാണ്. സെറ്റ് സൈസ് അത് ആ ഡോട്ട് കഴിഞ്ഞിട്ട് വേണം കൊടുക്കാൻ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബ്രാക്കറ്റിൽ സൈസ് ഈക്വൽ ടു 150. ഇവിടെ അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും 150 കഴിഞ്ഞ ഉടനെയാണ് കർസർ മിന്നണത്. അത് ആരോ കീ ഉപയോഗിച്ച് വലത്തേക്ക് എത്തിയിട്ട് വേണം എൻ്റർ അടിക്കാൻ. ഇനി ഞാനിത് നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഇത് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഞാനിവിടെ കർസർ ഉപയോഗിച്ച് തന്നെ ഞാനിത് നേരത്തെ ടൈപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ ഈ വരികളാണ്. ഈ പറഞ്ഞ സ്പ്രൈറ്റ് ഇത് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ഓരോ വരികളായിട്ട് ടൈപ്പ് ചെയ്യണം. പിന്നെ ഈ ഒരു 6ാമത്തെ വരി കഴിഞ്ഞിട്ട് 7ാമത്തെ വരി എത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ വൈൽ ട്രൂ എന്നുള്ളതിന് ടി ക്യാപ് ലെറ്ററാണ്, സ്പേസ് ഉണ്ട്, പിന്നെ ഒരു സെമിക്കോളൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെമിക്കോളൻ ആദ്യം കൊടുത്തത് കൊണ്ടാണ് 8ാമത്തെ വരി നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വയലിൻ്റെ തൊട്ട് താഴെ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. അത് ഈ ഒരു സെമിക്കോളൻ ഇവിടെ കൊടുത്തിട്ട് എൻ്റർ അടിച്ചാലാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നത്. അതൊരു ഓർഡറാണ്, അതിന് ഫങ്ഷൻ്റെ ഓർഡറാണ്.
ഇത് ബോയ് മൂവ് എന്നുള്ളത് ഇടതേക്കല്ല വരേണ്ടത്, കുറച്ച് വിട്ടിട്ടാണ്. അത് ഈ വൈൽ ട്രൂ എന്ന കണ്ടീഷൻ കൊടുക്കുന്നതുകൊണ്ടാണ്. അതേപോലെ ഇതിൽ സ്മോൾ ലെറ്ററും ക്യാപ് ലെറ്ററൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഈ സ്പ്രൈറ്റ് എന്ന വാക്കിന് എസ് ക്യാപ് ലെറ്ററാണ്, ബാക്കിയൊക്കെ സ്മോൾ ലെറ്ററാണ്. അതേപോലെ ഇത് കഴിഞ്ഞിട്ട് ഇഫ് ബോയ് കൊടുത്തു. ഈ ഡിസ്പെൻസർ കഴിഞ്ഞിട്ട് 9ാമത്തെ വരിയിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു സെമിക്കോളൻ കൊടുത്തിട്ടുണ്ട്. ആ സെമിക്കോളൻ കൊടുത്തതിന് ശേഷം എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ എൻ്റർ ഈ 10ാമത്തെ വരി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. ഇതേപോലെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യണം. ഇനി അതേപോലെ ഈ ലാസ്റ്റ് വരി, ഏകദേശം 12ാമത്തെ വരി ഇതേപോലെ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെയാണ് കർസർ വരുന്നുണ്ടാവുക. അവിടെ ഇതേപോലെ കോമ ഇടുക, 4 കൊടുക്കുക. പിന്നെ ഇവിടുന്ന് എൻ്റർ അടിക്കുമ്പോൾ ലാസ്റ്റ് വരി ബ്രേക്ക് എന്നാണ്. ഇത് ഇത്രയും കാര്യങ്ങൾ ഈ കാണുന്ന ചിത്രത്തിലെ പോലെ അതേപോലെ കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ 6ാമത്തെ വരിയിൽ സൈസ് ക്യാപ് ലെറ്ററാണ്, ഇതൊക്കെ സ്മോൾ ലെറ്ററാണ്, കോസ്റ്റ്യൂം ക്യാപ് ലെറ്ററാണ്. അങ്ങനത്തെ സ്പെല്ലിങ്ങുകളെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ ഞാൻ ബോയ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വിട്ടിട്ടുണ്ട്, എന്നിട്ടാണ് ഒരു ഡോട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ സെറ്റ് സൈസ്, സ്വിച്ച് കോസ്റ്റ്യൂം, അതേപോലെ ഇങ്ങനത്തെ ഡോട്ട് മൂവ്, ഈ ഡോട്ട് കൊടുത്തിട്ട് ഫങ്ഷൻ കൊടുക്കുന്നതിനൊക്കെ അടുത്തടുത്ത് തന്നെ കൊടുക്കണം. അതിന് കളറ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും താഴെയായിട്ട് ഇവിടെ റൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കുട്ടി ഇവിടുന്ന് നടന്നിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ അനിമേഷൻ പോലെ ഇങ്ങനെ പോയിട്ട് ഡ്രിങ്കിങ് വാട്ടറിൽ അവിടേക്ക് എത്തി അതിനെ തൊടണം. തൊടുമ്പോൾ ഈ ഡയലോഗ് ഡ്രിങ്കിങ് വാട്ടർ ഇസ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂറിങ് ഹോട്ട് വെതർ എന്നുള്ള ഡയലോഗ് വരണം. അതങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയാണ്, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത ഫങ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലെയാണ് ഇത് ടൈപ്പ് ചെയ്യേണ്ടത്. സിമ്പിളാണ്. എന്താ പറയുക, ഇതിൽ സ്പെല്ലിങ് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്, വേറൊന്നും ശ്രദ്ധിക്കാനില്ല. നമ്മൾ കൊടുത്ത ഓർഡർ അതേപോലെ എൻ്റർ അടിക്കണതൊക്കെ കൃത്യം പോകണം. തെറ്റിക്കഴിഞ്ഞാൽ ബാക്ക് അടിച്ചിട്ട് പിന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് തന്നെ പോകണം. നമ്മൾ ഇതിൽ ഈ റൺ കൊടുക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തതിൽ എവിടെയോ തെറ്റുണ്ടെന്നാണ്. അത് നമുക്കിത് ഫയലിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. അടുത്ത ക്ലാസ്സുകളിൽ അത് കാണാവുന്നതാണ്. ഇങ്ങനെ പിക്ടോബ്ലോക്സിൻ്റെ പൈത്തൺ കോഡിംഗ് എന്നുള്ളത് നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞു.